ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ വീട്ടമ്മമാർ മനസ്സ് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കൊക്കെ അനുസരിച്ച് നമുക്ക് നമ്മുടെ സെൻറ്റർ ടേബിൾ അല്ലെങ്കിൽ ടീ ടേബിൾ എന്നൊക്കെ പറയും, അതും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പം നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ലിവിങ് റൂമിലുള്ള സെൻറ്റർ ടേബിളാണ് നമ്മൾ ഫസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 2-3 ഡെക്കറേഷൻ ഐഡിയ കാണിക്കുന്നുണ്ട്, ഡൈനിങ് ടേബിളും സെൻറ്റർ ടേബിളും. അപ്പോൾ ഇതാണ് എൻ്റെ ലിവിങ് റൂം. അപ്പം നമ്മൾ ഗസ്റ്റൊക്കെ ആര് വന്നാലും നമ്മൾ ഈ ഒരു ഭാഗത്താണ് കൂടുതലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് 2-3 ഷേപ്പിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പും ഓവൽ ഷേപ്പും ഒക്കെ കാണും. അപ്പോൾ നമ്മുടേത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ നമുക്കതനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെറിയൊരു ട്രേ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലത്തെ ഒരു ക്യാൻഡിൽ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് വലിയ പൈസയൊന്നുമില്ല, ഒരു 50 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ഐറ്റമാണ് നമ്മൾ ഫസ്റ്റ് ഡെക്കറേഷനായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. നമുക്ക് രാത്രിയിലൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഈ ഒരു രീതിക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും വെച്ചല്ല, നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു മണി പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ജാറിൽ കുറച്ച് ആ ഒരു കളർ കല്ലൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ് 2-3 തണ്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു പ്രസം ഉണ്ടായിരുന്നു. ഇത് ഫ്ലവർ വൈസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ വെറുതെ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വേസൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിതുപോലെ എടുത്ത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിനൊരു 90 രൂപയൊക്കെ വരുന്നുള്ളൂ നമുക്കിത് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതിൽ ഞാൻ സെറ്റ് ചെയ്യുന്നത് DIY ലൈറ്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കിച്ചണിൽ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷന് നമ്മൾ ഒരേ കളറുള്ള ലൈറ്റാണ് ഇതുപോലത്തെ യൂസ് ചെയ്ത്. ഇതിലിപ്പം പല കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു മണി പ്ലാന്റിൻ്റെ കൂടെ ആ ഒരു ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയ നോക്കാം. ഇത് നമ്മൾ ഈ ഒരു ടേബിൾ പ്ലെയിൻ ആയിട്ട് ഇടുന്നില്ല, അതിന് പകരം നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള തുണിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കവറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മോളുടെ ഡാൻസിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു ഷോൾ, നല്ല തിളക്കമൊക്കെ ഉള്ളൊരു ഷോളാണ്, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മളിത് ഇതുപോലത്തെ ഒരു ഒരു പാലസ് പോലെയുള്ള ഒരു ഇതുണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലീഫ് പോലെയുള്ള ആ ഒരു ഫ്ലവർ വേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ വെച്ച ആ ഒരു ക്യാൻഡിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം വളരെ മനോഹരമായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ടീ ടേബിൾ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടമ്മമാർക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലിവിങ് റൂമിൽ സെൻറ്റർ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ഒരു ഐഡിയയും കൂടെ നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളിത് ഇതുപോലത്തെ ഒരു ക്ലേയുടെ ഒരു ഫ്ലവർ വേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതിൽ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 2-3 ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പം നമുക്ക് ഡൈനിങ് ടേബിൾ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിലുള്ള കവറൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻട്രൽ മാത്രം ഇടാവുന്ന ഒരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 200 രൂപയാണ് വില. നല്ല ഭംഗിയാണ്, സിൽവർ ഒരു ഗ്രേ കളർ പോലെയാണ് ഇത് വരുന്നത്. അപ്പം ഇത് നടുക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ 2 ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് ഇതുപോലെ എപ്പോഴും അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ടൊന്നും ഇട്ടിരിക്കാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കളർ കല്ലുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്തു. പിന്നെ ഇതുപോലെ പെപ്പറും സോൾട്ടും വെക്കുന്ന ആ ഒരു ഇതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ജാർ ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇത്രയും മാത്രമാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഐഡിയയാണ്. നമ്മുടെ വീട് ചെറുതോ വലുതോ എന്നൊന്നും ഇതിനൊരു പ്രശ്നമല്ല. എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഒരു ഡൈനിങ് ടേബിളും ഒരു സെൻറ്റർ ടേബിളും കാണും, എത്ര വലിയ വീടായാലും ചെറിയ വീടായാലും. പിന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ മനസ്സും നമ്മുടെ ഐഡിയയ്ക്കും അനുസരിച്ച് നമുക്ക് ഓരോ ഐറ്റംസ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒന്ന് വാങ്ങിച്ച് വെച്ചാൽ നമുക്കിത് ഒരുപാട് കാലം യൂസ് ചെയ്യാമല്ലോ. ഇനി ഡൈനിങ് ടേബിളിൻ്റെ ഡെക്കറേഷനിൽ നമുക്ക് സെക്കൻഡ് ഐഡിയ നോക്കാം. ഇത് ഞാൻ ആ ഒരു മാറ്റ് തന്നെ സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാറ്റിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ചെറിയൊരു ഫ്ലവർ വേസ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലത്തെ DIY ലൈറ്റ് നമ്മളൊരു വൈറ്റ് ജാറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഫെസ്റ്റിവലോ കാര്യങ്ങളോ അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെയും മനസ്സ് നിറയും, നമ്മുടെയും മനസ്സ് നിറയും.
അപ്പോൾ അത് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടേബിൾ മാറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ ഒരു മാറ്റിൻ്റെ മുകളിലായിട്ട് ഓരോ പ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ടേബിളിൽ 6 പേർക്ക് ഇരിക്കാവുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ 6 പ്ലേറ്റും 6 മാറ്റും ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ നല്ലൊരു സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് ഫുള്ള്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമ്മുടെ സെൻറ്റർ ടേബിൾ ഡെക്കറേഷൻ ആൻഡ് ഡൈനിങ് ടേബിൾ ഡെക്കറേഷൻ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതല്ല ഇതിലും കൂടുതലായിട്ടുള്ള ഐഡിയ നമുക്കുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഈ ഒരു രീതിക്കുള്ള ഡെക്കറേഷൻ ഐഡിയ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.